ഹായ്, ഞാൻ ദേ ഒരു പൊതിയായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിലെന്താന്ന് നോക്കിയാലോ നമുക്ക്. ദേ ചട്ടിയിലേക്ക് ഞാൻ എല്ലാം കൂടിയിടുന്നുണ്ട് കേട്ടോ. ദേ 2 തരമുണ്ട്. ചാളയുണ്ട്, നമ്മുടെ മഞ്ഞക്കോര. ഇവിടെ മഞ്ഞക്കോര എന്നാണ് പറയുക. നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയാന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പല സ്ഥലങ്ങളിൽ പല പേരാണല്ലോ ഇതിന്. പിന്നെ കൂട്ടത്തിൽ ഞാൻ ദേ കൂർക്കയും കൂടി വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. മീനിൻ്റെ പണി കഴിഞ്ഞിട്ട് വേണം കൂർക്ക നന്നാക്കാനായിട്ട്. അപ്പോൾ അത് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കാമെന്ന് വെച്ചു. വേഗം അപ്പോൾ കുതിർന്നതിനെ തൊലി പോകാൻ സിമ്പിളായല്ലോ. അപ്പോൾ ദേ മീൻ നന്നാക്കാനായിട്ട് ഇരുന്നിട്ടാ. കുറച്ച് നേരം ഉണ്ട് ഇത് നന്നാക്കി ഒന്ന് കഴിയാനായിട്ടിട്ടാ. കുറച്ചധികം ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ മഞ്ഞക്കോര എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് മഞ്ഞക്കോര ഇഷ്ടമാണോ? അങ്ങനെ അപ്പുറത്തിപ്പുറത്തൊക്കെ 2 ആൾക്കാരും വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഞ്ഞക്കോര സെപ്പറേറ്റ് ചെയ്ത് ചാളയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ദേ വറക്കാനുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വറക്കാൻ വേറെയും വെക്കാൻ വേറെ ആയിട്ടൊക്കെ മാറ്റിയൊക്കെ വെച്ചു കേട്ടോ. നമുക്ക് ഈ തരംതിരിക്കണ്ടേ കുറച്ചൊക്കെ. മഞ്ഞക്കോര വറുത്തിട്ട് കഴിക്കാനാണല്ലോ ടേസ്റ്റ്. അപ്പോൾ ഞാൻ ദേ കുറച്ച് മഞ്ഞക്കോര എടുത്ത് വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചാളയും കുറച്ചെടുത്ത് വറക്കാനായിട്ട് വെച്ചു കേട്ടോ. ഞാൻ കറി വെക്കണത് മഞ്ഞക്കോര തന്നെയാണ് കേട്ടോ. കറി വെക്കണ ചാളയൊക്കെ ഞാൻ എടുത്ത് നേരെ ഫ്രീസറിൽ കയറ്റിയിട്ടുണ്ട്. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ചാളയിലിട്ടിട്ട് നന്നാക്കിയത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ദിവസം കഴിഞ്ഞ് നമുക്ക് വീണ്ടും എടുത്ത് വെക്കാമല്ലോ. അപ്പോൾ ദേ നമുക്ക് വറക്കാനായിട്ട് രണ്ടും സെപ്പറേറ്റ് ആണ് കേട്ടോ ഞാൻ കോട്ട് ചെയ്തത്. അങ്ങനെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് രണ്ടും കോട്ട് ചെയ്ത് മാറ്റി വെച്ചു. ചാളയും മഞ്ഞക്കോരയും. ഇതിൽ നിങ്ങൾക്ക് വറുത്തിട്ട് കഴിക്കാനായിട്ട് ഏറ്റവും ഇഷ്ടം ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് മഞ്ഞക്കോരയാണ് കേട്ടോ കൂടുതൽ കഴിക്കാൻ ഇഷ്ടം. ഇവിടെ ചേട്ടനൊക്കെ ചാളയാണ് ഇഷ്ടം. അപ്പോൾ ദേ കൂർക്ക സെറ്റായിട്ടുണ്ട്. വെള്ളത്തിലിട്ടിട്ട് നന്നായി ചെളിയൊക്കെ ഒന്ന് ഞാൻ കളഞ്ഞെടുത്തു. എന്നിട്ട് ദേ കഴുകി നന്നായി വൃത്തിയാക്കി എടുത്ത് വെള്ളത്തിൽ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു കേട്ടോ. ഞാൻ ഇന്നെന്തായാലും വെക്കുന്നില്ല. അപ്പോൾ അതേ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മീൻ വെക്കാനുള്ള പണികൾ നോക്കാം. അങ്ങനെ മീനിൻ്റെ അരപ്പൊക്കെ ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചു കേട്ടോ. മീൻ മഞ്ഞക്കോരയാണ് കേട്ടോ നമ്മൾ വെക്കുന്നത്. അപ്പോഴേക്കും ഞാൻ ആ ഗ്യാപ്പിൽ വൈകുന്നേരത്തേക്കുള്ള ചോറ് തിളപ്പിച്ച് കൂട്ടാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ചോറൊക്കെ കഴുകി തിളപ്പിച്ച് കൂട്ടാനായിട്ട് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് ചൂടുള്ള വെള്ളത്തിലേക്ക് ചോറൊക്കെ ഇട്ട് കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ നമ്മുടെ ചോറൊക്കെ തിളപ്പിച്ച് കൂട്ടാൻ സെറ്റായിട്ടുണ്ട്. അപ്പോഴേക്കും അത് ഇട്ട് വരുമ്പോഴേക്കും നമ്മുടെ മീൻ കറി ഇവിടെ തിളച്ചിട്ടുണ്ട് കേട്ടോ. നല്ല തളയും സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരടുപ്പിൽ ചോറും ഇട്ട് ഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. മീൻ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം മീൻ തിളച്ചതിലേക്ക് നമ്മുടെ മഞ്ഞക്കോര കുട്ടന്മാരെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മീനൊക്കെ തിളച്ച് സെറ്റായി അതിലേക്ക് ഉള്ളിയൊക്കെ വറുത്ത് കോരിയതിന് ശേഷം ഞാൻ മീൻ വറുക്കാനായിട്ട് വെച്ചിട്ടോ. നമ്മുടെ മഞ്ഞക്കോര ഇത് നല്ലതായിട്ട് മുരിച്ച് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മഞ്ഞക്കോരയും വറുത്ത് വെച്ചു, മീൻകറിയും വെച്ചു, കൂർക്കയും നന്നാക്കിയില്ലേ, ചോറ് തിളച്ച് വാർത്തും കൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.